ദൈവത്തിൻ്റെ തന്നെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല പ്രഭാതത്തിനായ ദൈവത്തിന് സ്തോത്രം. സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിൽ മോശയോട് ദൈവം പറയുകയാണ്, നീ വെള്ളി കൊണ്ട് 2 കാഹളം ഉണ്ടാക്കുക, അടിപ്പ് പണിയായി അവയെ ഉണ്ടാക്കണേ എന്ന് പറഞ്ഞാൽ ചേർപ്പില്ല. ഒരേ വെള്ളി കഷ്ണത്തിൽ നിന്ന് വേണം മുഴുവനായി അതിനെ അടിച്ച് പരത്തി കാഹളം ഉണ്ടാക്കുക. ഈ കാഹളം ഊതുന്നതിൻ്റെ പ്രധാന ലക്ഷണം, പ്രധാന കാരണം, എന്തിനു വേണ്ടിയാണ് ഈ കാഹളം, എന്താണ് ഈ കാഹളം ഊതുന്നതിൻ്റെ ലക്ഷ്യം, എങ്ങനെ ഊതണമെന്നൊക്കെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. സമയ ചുരുക്കത്തിൽ അതിലേക്ക് പോകുന്നില്ല. 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിൻ്റെ നേരെ നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ഗംഭീര ധ്വനിയായി കാഹളം ഊതണം. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ ഓർത്ത് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറയുമ്പോൾ, ശത്രു നിന്റെ ദേശത്ത് ഞെരുക്കുമ്പോൾ നീ എന്ത് ചെയ്യണം? ഗംഭീര ധ്വനിയായി കാഹളം ഊതണം. അപ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് നിന്നെ ഓർക്കും. അവന് മനസ്സിലാകും നിന്നെ ശത്രു നിന്നെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ശത്രു ഉണ്ടെന്ന് അവന് ബോധ്യമായിട്ട് ദൈവം എന്ത് ചെയ്യും? തന്റെ ശക്തിയുള്ള ദൂതന്മാരെ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ അയക്കുവാൻ്റെ കൊണ്ടിവിടെയാകും. അതുകൊണ്ട് ദൈവത്തിന്റെ പൈതലേ, നീ മിണ്ടാതിരിക്കരുത്, നീ അടങ്ങിയിരിക്കരുത്. ആർപ്പോടും സ്തുതിയോടും കാഹളനാദത്തോടും സർവശക്തനായ ദൈവത്തെ തപ്പെടുത്ത് നൃത്തം ചെയ്ത് ശക്തിയോട്. നിനക്ക് കഷ്ടങ്ങളുണ്ട്, നിനക്ക് ഭാരങ്ങളുണ്ട്, നിനക്ക് കടഭാരങ്ങളുണ്ട്, നിനക്ക് ഇല്ലായ്മ, നിനക്ക് നിന്നയുണ്ട്, നീ അപമാനിക്കപ്പെടുകയാണ്. പക്ഷെ എങ്കിലും ദൈവത്തിന്റെ പൈതലെ, പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നീ എന്ത് ചെയ്യണം? കാഹളമൂതി ശക്തിയോട് ദൈവത്തെ ആരാധിക്കണം. ആ ശബ്ദം കേട്ടുടയവൻ നിനക്ക് വേണ്ടി വരുന്ന ദിവസങ്ങൾ ഇറങ്ങി വന്ന് നിന്നെ വിടുവിക്കുമെന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് ആലോചന പറയുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ.